എല്ലാവർക്കും മാങ്ങ തീരാറായി. അപ്പോൾ നമുക്ക് എങ്ങനെ അടുത്ത വർഷത്തേക്ക് ഈ മാങ്ങകൾ തന്നെ സൂക്ഷിച്ച് വെക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. ഒരു 4 തരത്തിലാണ് കേട്ടോ ഞാൻ മാങ്ങ സൂക്ഷിക്കുന്നത്. അതിനുവേണ്ടി ഇത്രയും മാങ്ങ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അവസാനം പറിച്ച് കൊണ്ടുവന്ന മാങ്ങയാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ വെയിലത്ത് ഉണക്കി മാങ്ങാച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ മാംഗോ ജ്യൂസ്, പൾപ്പ് ഇതൊക്കെ ഉണ്ടാക്കി വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അവസാനമുള്ള മാങ്ങ ഞാൻ മാങ്ങയായി തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി കഴുകി ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഉണങ്ങാനായി വെക്കണം. 3 മാസം മുതൽ 1 വർഷം വരെ സൂക്ഷിക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. 3 മാസം വരെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ആദ്യം കാണിക്കുന്നത്. ഇതേപോലെ നമുക്ക് കാർഡ്ബോർഡ് ബോക്സിലേക്ക് ഓരോന്നായി തമ്മിലധികം മേലെ നിൽക്കരുത്. ഇതുപോലെ മുട്ടി നിന്നാൽ കുഴപ്പമില്ല. ഇനി അതിൻ്റെ മേലെ ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ വെക്കാം കേട്ടോ. കുറച്ച് കട്ടിയിൽ തന്നെ വെക്കണം. നേരിയ ഓരോ പേപ്പർ കഷ്ണം മുറിച്ച് വെച്ചാൽ പോരാ. പിന്നെ അതിൻ്റെ മേലെ വീണ്ടും വെക്കാം. അങ്ങനെ ഞാനൊരു ഇതിൽ 4 ലെയർ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ ബോക്സാണ്. ഏറ്റവും മേലെ ഇതേപോലെ ന്യൂസ് പേപ്പർ വെക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെജിറ്റബിൾ ബോക്സിൽ വെച്ചാൽ മതി. അപ്പോൾ അടുത്ത മെത്തേഡ് നോക്കാം നമുക്ക്. ഇത് 1 വർഷം വരെ എങ്ങനെ മാങ്ങ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മളിത് ഇതുപോലെ മുറിച്ചെടുക്കണം. ഇതിന് തൊലിയൊന്നും കളയരുത്. തൊലിയോടുകൂടി വേണം മുറിച്ചെടുക്കാൻ. പിന്നെ ഇതിന് ഒരു കേടും ഉണ്ടാവരുത് കേട്ടോ. ചെറിയ കേടുണ്ടെങ്കിൽ നമ്മളത് മുറിച്ച് മാറ്റണം. ഇനി ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. നമ്മൾക്ക് എടുത്ത് എങ്ങനെയാണോ കഴിക്കേണ്ടത് ആ ഒരു തരത്തിലുള്ള പീസസായി മുറിക്കാം കേട്ടോ. ഫ്രീസറിൽ വെച്ചാൽ തമ്മിൽ ഒട്ടാതെ നമുക്ക് ഓരോ പീസസായി തന്നെ എടുക്കാൻ പറ്റും. ആ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ എല്ലാ വർഷവും ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഓരോ പീസസായി കിട്ടും. അല്ലാതെ നമ്മൾ തനിയെ ഇപ്പോൾ ഒരു വലിയ കവറിലിട്ട് സൂക്ഷിച്ച് വെച്ചാൽ അത് നമ്മൾ എടുക്കുമ്പോൾ വെറും ഒരു ഐസായിട്ടാണ് കിട്ടാറ്, എല്ലാം തമ്മിൽ ഒട്ടിപ്പിടിച്ച്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമുക്കത് വീണ്ടും പുറത്തെടുക്കണം. അപ്പോൾ 1 വർഷം വരെ നിൽക്കില്ല കേട്ടോ. ഇപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ കുറച്ച് കേടായിട്ടുണ്ട്. അത് ഞാനിതാ മുറിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. എവിടെയെങ്കിലും വീണിട്ടൊക്കെ ചതഞ്ഞ ഒരു പാടുണ്ടെങ്കിൽ എല്ലാം മുറിച്ച് കളയണം. ഒരിക്കലും ഒന്നും ഒരു ചതഞ്ഞതോ അങ്ങനെയുള്ള മാങ്ങ നിങ്ങൾ ഇതിനായി എടുക്കരുത്. പിന്നെ ഇത് അധികം പഴുത്ത് ഉടഞ്ഞ മാങ്ങ എടുക്കരുത് കേട്ടോ. നന്നായി പഴുത്തത് എടുക്കാം, അല്ലാതെ പഴുത്ത് കുറച്ച് ചീയാറായ മാങ്ങയൊന്നും എടുക്കരുത്. ഞാനിപ്പോൾ ഇതൊരു സിപ്ലോ കവറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒറ്റ മാങ്ങ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഒരുപാട് എടുത്ത് വെക്കാറുണ്ട് ഫ്രീസറിൽ. വലിയ കവറിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കാറാണ് എല്ലാ വർഷവും. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി ചെറിയൊരു മാങ്ങ മാത്രം ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നുള്ളത്. ഇനിയിപ്പോൾ ഇതുപോലെ സിപ്പിലൊക്കെ ഇട്ട് നമ്മൾ ഫ്രീസ് ചെയ്യാം. ഇനി 1 ദിവസം ഇതുപോലെ ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിത് എടുക്കുന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് മാങ്ങയൊക്കെ ഐസായി തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊക്കെ വേറെ ആക്കണം. നമ്മൾ ഒരിക്കലും നനഞ്ഞ കൈ വെച്ചിട്ടൊന്നും ഇത് വേറെ ആക്കിയോ ഒന്നും ചെയ്യരുത് കേട്ടോ. ഈ മാങ്ങ തൊടരുത്. നമ്മൾ വെക്കുമ്പോഴും നല്ല ഡ്രൈ ആയ മാങ്ങ തന്നെ മുറിച്ച് വെക്കണം. പിന്നെ ഇത് രണ്ടാമത് ചെയ്യുമ്പോഴും നിങ്ങളുടെ കൈ നനവുണ്ടെങ്കിൽ ചെയ്യരുത്. നന്നായി തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഇത് വേറെ ആക്കാൻ. ഇപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് പോലെ ഓരോന്നും വേറെ ആക്കണം. അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ എടുക്കണം. തലേ ദിവസം വെച്ചാൽ പിറ്റേ ദിവസം തന്നെ ഇതെടുത്ത് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അധികം ഒട്ടിപ്പിടിക്കും. പിന്നെ ആ മാങ്ങയുടെ ഷേപ്പൊക്കെ പോവും. അതുപോലെ ആവരുത് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ചെയ്യുന്ന പോലെ ഓരോന്നും വേറെ ആക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ പിറ്റേ ദിവസം എടുക്കുക. അന്നും വീണ്ടും ഇതുപോലെ ഐസായിട്ടുണ്ടാവും. അന്നും വീണ്ടും ഇതേപോലെ ചെയ്ത് നമ്മൾ ഫ്രീസ് ചെയ്യുക. അങ്ങനെ 3 ദിവസം നമ്മൾ ചെയ്യണം. 3ാമത്തെ ദിവസം പിന്നെ ചെയ്യണ്ട കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിക്കുക. 4ാമത്തെ ദിവസമാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത്. ഞാൻ 3 ദിവസം ചെയ്തു. ഇതിപ്പോൾ 4ാമത്തെ ദിവസമാണ് കേട്ടോ. ഇപ്പോൾ നോക്കിക്കോ നിങ്ങൾ, ഒറ്റ മാങ്ങ പോലും തമ്മിലൊട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട് കാണിക്കാം നിങ്ങളെ. ഓരോന്നും വേറെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഫംഗ്ഷനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനോ വേണമെങ്കിൽ ഇതിൽ നിന്ന് ഓരോ പീസസായിട്ട് എടുക്കാം. അല്ലാതെ മുഴുവൻ മാങ്ങയൊന്നും പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിപ്പോൾ വലിയൊരു കവറിലാണ് ഫ്രീസ് ചെയ്യുന്നതെങ്കിലും നല്ലൊരു റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റായി കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ 5 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങളിത് കാണിക്കുന്നത്. ഓരോ മാങ്ങയും കണ്ടോ വേറെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ എടുക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഞാൻ അടുത്ത മെത്തേഡ് കാണിക്കാം. അടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മാങ്ങയൊക്കെ ഇതുപോലെ തൊലി ചെത്തി എടുത്തിട്ടുണ്ട്. ഈ തൊലി ചെത്തി എടുത്ത മാങ്ങ ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. ഇതിൽ ഒന്നും ചീഞ്ഞതോ ഒന്നും ആവരുത് കേട്ടോ. നന്നായി പഴുത്തിട്ടുണ്ട്, പക്ഷേ അധികം പഴുത്തതും അല്ല. ആ ഒരു രീതിയിലാണ് മാങ്ങ ഉണ്ടാവേണ്ടത്. അതിൽ നിന്ന് ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം ഇനി വേണ്ടത് ചില്ലി ഫ്ലേക്സാണ്. കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ
അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാതെ കഴിച്ചു പോകും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ സാധനം. അപ്പം ഞാനിതുപോലെ ഉണ്ടാക്കി ഫ്രീസ് ചെയ്യലാണ്. അപ്പം നമുക്ക് വേണ്ടുമ്പോൾ ഒരു 5 മിനിറ്റ് മുന്നേ ഇത് പുറത്തെടുത്ത് വെച്ചാൽ, അതിപ്പോൾ നമ്മളെ കുട്ടികളൊന്നും വീട്ടിലില്ലെങ്കിൽ അവർ വരുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ ഒരു 2-3 ആഴ്ച ഇത് സുഖമായിട്ട് ഫ്രിഡ്ജിലുണ്ടാവും കേട്ടോ. 3 ആഴ്ച കഴിഞ്ഞാലും അങ്ങനെ കേടൊന്നും ആവില്ല, ചിലപ്പോൾ കുറച്ച് സോഫ്റ്റ് ആവും മാങ്ങ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതുപോലെയാണ് ഞാൻ സൂക്ഷിക്കുന്നത്. ഇത് വെറുതെ ബോക്സിലിട്ടിട്ട് ഫ്രീസ് ചെയ്താൽ പോരാ കേട്ടോ. ഒന്നെങ്കിൽ ഒരു സിപ്ലോക്ക് ബാഗോ അങ്ങനെ എന്തെങ്കിലും എടുക്കണം, അതിലേക്ക് വെച്ചാലും ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് വെറുതെ ഇങ്ങനെ വെച്ചാൽ പോരാ കേട്ടോ ഫ്രീസറിൽ, അപ്പോൾ ഇതിങ്ങനെ ഐസായി പോകും. ഇത് കണ്ടോ, ഇത് നന്നായി തന്നെ ഇതിൻ്റെ എയർ കളയണം. ഇപ്പോൾ സിപ്ലോക്ക് ബാഗിലാണെങ്കിലും നിങ്ങൾ അതിലേക്ക് നന്നായി എയർ കളഞ്ഞിട്ട് വേണം ഇതുപോലെ മടക്കി കൊടുക്കാൻ. ഇത് ടൈറ്റായിട്ട് മടക്കി നമ്മൾ ഇതുപോലെയാണ് ബോക്സിൽ വെക്കേണ്ടത്. എന്നിട്ട് ഒരു ബോക്സിലേക്ക് വെക്കണം കേട്ടോ, വെറുതെ ഫ്രീസ് ചെയ്താൽ പോരാ. ഇതൊരു ബോക്സിൽ വെച്ച് മൂടിയിട്ടതിന് ശേഷം വേണം നമ്മളിത് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാൻ. ഇത് ഫ്രീസ് ചെയ്താലും നമുക്കൊരു മാസമോ ഒരു ഏകദേശം 2 മാസമൊക്കെ കഴിഞ്ഞ് എടുത്താൽ കുറച്ച് സമയം പുറത്ത് വെച്ചാൽ മതി കേട്ടോ. അത് പിന്നെ നല്ല ഫ്രഷായി തന്നെ നമുക്ക് കിട്ടും. ഇതങ്ങനെ എടുത്ത് കഴിക്കാം. അപ്പോൾ മക്കളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊക്കെ ഇതുപോലെയും സൂക്ഷിച്ച് വെക്കാം. ഇനി ഒരു മെത്തേഡ് കൂടി ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ചെറിയ പീസസായി മുറിച്ച് വെച്ചതിന് ശേഷം, തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര നല്ലൊരു പ്രിസർവേറ്റീവ് ആണ് കേട്ടോ. നമ്മൾ മറ്റ് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെയാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് കേടാകാതിരിക്കാൻ ചെയ്യുന്നതാണ്. പഞ്ചസാര പൊടിച്ചിട്ടാണ് കേട്ടോ വിതറി കൊടുക്കുന്നത്. ഇത് എല്ലാ ഭാഗത്തും എത്തണം. നമ്മൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മാങ്ങ മെല്ലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ അടിവശത്ത് കൂടി എല്ലാത്തിനും കിട്ടുന്നത് മാതിരി നമ്മൾ ആദ്യം വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല നാടൻ തേൻ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. തേൻ ഇട്ടാലും മാങ്ങ കേടാവാതിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഒരു സിപ്പ് ലോക്കിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും ഇടുമ്പോൾ നിങ്ങൾ കവറിൽ മുഴുവനായി തന്നെ ഇടരുത്, കുറച്ച് ഒരു 1/4 ഭാഗം വരെ ഇട്ടാം. അത് ഓരോ പ്രാവശ്യം നമുക്ക് എടുക്കേണ്ട മാങ്ങ എത്രയാണോ അത്ര മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ ഒരു പ്രാവശ്യം ഒരു പാക്കറ്റ് എടുത്ത് വീണ്ടും അത് തിരിച്ച് വെക്കാറാക്കരുത്. ഞാനിപ്പോൾ ഇത് ഇത്രേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോഴും അത് മുഴുവനായും തന്നെ എടുക്കേണ്ട ഇത്രയുള്ള മാങ്ങ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഇതേപോലെ നമ്മൾ സിപ്പ് ലോക്ക് ക്ലോസ് ചെയ്യുക. ഒരറ്റത്ത് കുറച്ച് ഭാഗം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു സ്ട്രോ വെച്ച് ഇതിൻ്റെ കാറ്റ് മുഴുവനായും തന്നെ പുറത്തേക്ക് കളയണം കേട്ടോ. മുഴുവനായും കളയണം, ഒട്ടും കാറ്റില്ലാതെ വേണം വെക്കാൻ. എന്നാൽ ഇത് 1 കൊല്ലം വരെ നമുക്ക് ഇതേപോലെ സൂക്ഷിക്കാൻ പറ്റും. ഇത് എയർ കളഞ്ഞതിന് ശേഷം തീരെ അതിൻ്റെ അകത്തില്ല എന്നുള്ള ഉറപ്പ് വരുത്തണം കേട്ടോ. അത് നമ്മൾ നല്ല ടൈറ്റായിട്ടുണ്ടാവും ആ കവർ, അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ ചെയ്തിട്ട് വേണം നിങ്ങളിത് ക്ലോസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരിക്കലും കേടാവില്ല കേട്ടോ. പിന്നെ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് വെക്കരുത്. അത്രമാത്രം ഓരോ കവറിലാക്കി നമുക്ക് മാങ്ങ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ആവണം കേട്ടോ. ഇത് മുഴുവനായും തന്നെ എയറൊക്കെ പോയിട്ടുണ്ട്, നല്ല ടൈറ്റായിട്ടുണ്ട്. മാങ്ങയൊക്കെ കണ്ടോ ഇതിൻ്റെ അകത്ത് നല്ല ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ ഇടയിൽ ഐസൊന്നും പിടിക്കില്ല. ഇതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങളിത് ഒരു എയർ ടൈറ്റ് ബോക്സിലാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ മേലെ ഫോയിൽ പേപ്പർ വെക്കാൻ മറക്കരുത്. ഇതുപോലെയാണ് കേട്ടോ. ബോക്സിൽ ഒരിക്കലും മുഴുവനായും മാങ്ങ നിറക്കരുത്. ഒരു 1/4 ഭാഗം വരെ നിറച്ചതിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ ഇതുപോലെ കവർ ചെയ്യുക. ഇപ്പോൾ ഒരിക്കലും മാങ്ങ ഐസാവില്ല. ഇതേപോലെ കവർ ചെയ്ത് മേലെ ടൈറ്റ് മൂടിയിട്ട് ഫ്രീസ് ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത മെത്തേഡ് നമുക്ക് നോക്കാം. ഞാൻ മാങ്ങ പുളിശ്ശേരിക്കുള്ള മാങ്ങ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പക്ഷേ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. മാങ്ങ നല്ല നാടൻ മാങ്ങ നമ്മൾ തൊലി എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും മുളക് പൊടിയിട്ട് ഒന്ന് തിളപ്പിച്ച്, അല്ലെങ്കിൽ ഒരു വിസിൽ കുക്കറിലിട്ട് 1 വിസിൽ വന്നാൽ മതി കേട്ടോ. 1 വിസിൽ വരുമ്പോൾ നമുക്കെടുത്ത് അത് വറ്റിച്ചതിന് ശേഷം നമ്മൾ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അത് ഞാൻ കാണിച്ചിട്ടില്ല ഈ വീഡിയോയിൽ, അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇത് ഞാൻ വേറെ ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. പണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കുമായിരുന്നു. പണ്ട് ഭരണിയിലൊക്കെയാണ് സൂക്ഷിക്കാറ്, ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല. പണ്ടൊന്നും ഫ്രിഡ്ജില്ലല്ലോ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, പണ്ടൊന്നും വെക്കാറില്ല. ഇത് നമുക്ക് ദോശക്കും ചപ്പാത്തിക്കും ഒക്കെ എടുക്കാം കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഇത്. ബിരിയാണിക്ക് സൈഡ് ഡിഷായിട്ടും എടുക്കാം. അപ്പം നിങ്ങൾ ഈ മാങ്ങക്കാലത്ത് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം. അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു 1.5 കപ്പ് വെള്ളം ഇവിടെ തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. പഴുത്ത മാങ്ങ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അധികം ചെറുതായി മുറിക്കരുത്. ഇതിലേക്ക് ഉപ്പും 2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. മാങ്ങ എപ്പോഴും നമ്മൾ നേരിയതായി മുറിക്കരുത് കേട്ടോ. ഞാൻ മുറിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലെ എല്ലാം ഒരേ
ഷേപ്പിൽ വേണം മുറിച്ചെടുക്കാൻ, തൊലിയൊക്കെ ചെത്തി. പിന്നെ ഇതിന് വെള്ളരി മാങ്ങയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അധികം ഉടഞ്ഞു പോകുന്ന മാങ്ങയോ ഒന്നും എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ കശുമാങ്ങയൊന്നും ഇതിന് അത്ര കൊള്ളില്ല കേട്ടോ. ഈ വെള്ളരി മാങ്ങ തന്നെ വേണം. ഇപ്പോൾ ഇതെല്ലാം ഈ മാങ്ങ ഇതിലേക്ക് നിരത്തി കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്കത് മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. തിളയ്ക്കുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അധികം ഇത് ഇളക്കി ഉടയ്ക്കരുത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായി വെന്തിട്ടുണ്ട്. ഞാനിതിൽ അണ്ടി ചേർക്കാറില്ല കേട്ടോ. പണ്ടും അണ്ടി ചേർക്കാറില്ല അമ്മ, ഇതുപോലെയാണ് ചെയ്യാറ്. നിങ്ങളിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിന് ചെറിയൊരു എരിവും ഒരു മധുരവും പുളിയും ഒക്കെ വേണം. അപ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാൻ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ഉരുക്കി അരിച്ച് വെച്ചതാണ് കേട്ടോ. ഒരു വലിയ അച്ച് ശർക്കര ഉണ്ടല്ലോ, അതിൻ്റെ ഏകദേശം 1/4 ഭാഗം എടുത്തിട്ടുണ്ട് ഞാൻ. അത് ഞാൻ അരിച്ച് വെച്ചതാണ്. നിങ്ങളടുത്ത് പൊടിയില്ലാത്ത ശർക്കര ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റായി ചേർത്ത് കൊടുക്കുക കേട്ടോ, ശർക്കര പൊടിയാണെങ്കിൽ. അപ്പോൾ ഇതും കൂടി തിളക്കുമ്പം ഇനി നമുക്കിത് മെല്ലെ ഒന്ന് ഇതുപോലെ നീക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഈ പാത്രം എടുത്ത് ഒന്ന് ചുറ്റിച്ച് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മധുരത്തിന് മാത്രമല്ല, ഇതൊരു പ്രിസർവേറ്റീവ് കൂടിയാണ് പഞ്ചസാരയും ശർക്കരയും ഒക്കെ ചേരുമ്പം. അതുപോലെ നമ്മൾ പണ്ടൊന്നും ഫ്രിഡ്ജിൽ വെക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നല്ല ഭരണിയിൽ മൂടിയൊക്കെ കെട്ടിയിട്ടാണ് വെക്കാറ്, എയർ ടൈറ്റായിട്ട് വെക്കാറ്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി, കുരു ഒരിക്കലും വീഴരുത്. കുരു വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറി കുറേ നാൾ കഴിയുമ്പോൾ ഒരു കയ്പ്പ് രസം വരും കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. തണുക്കുമ്പോൾ ഇത് കണ്ടോ, നന്നായി ആ ഗ്രേവിയൊക്കെ ഇതിൽ പൊതിഞ്ഞ് കിടക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവി വേണം കേട്ടോ. നമ്മളത് കുറേ നാൾ വെക്കുമ്പം ആ ഗ്രേവി ഇതിൽ ഈ മാങ്ങ ഇങ്ങനെ കുടിച്ച് നല്ലൊരു എന്താ പറയുക, അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ദോശക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒരു കറി തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ ഫ്രീസറിൽ ഒരിക്കലും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഫ്രിഡ്ജിൽ മാത്രം വെച്ചാൽ മതി. പുറത്ത് വെച്ച് ഒരു 2 മാസം വരെയൊക്കെ പുറത്ത് വെച്ച് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ചീത്തയാവുമോ എന്നുള്ളൊരു പേടിയിൽ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ വെക്കാറ്. പെട്ടെന്നൊന്നും നമ്മളിത് തീർന്നു പോവില്ല. ഞാൻ ഒരുപാട് ഉണ്ടാക്കാറുണ്ട്. ഇത് കുറച്ച് വലിയൊരു ബോട്ടിലാക്കി വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാറാണ് കേട്ടോ. എന്തായാലും പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരിക്കലും നനഞ്ഞ കയ്യിലൊന്നും വെച്ചെടുക്കരുത്. ഇപ്പം ഒരു ടപ്പർ വെയറിലേക്കാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഇത് ഞാൻ കുറച്ചധികം തന്നെ എല്ലാ വർഷവും ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇത് പെട്ടെന്ന് തീരുന്ന ഒരു സാധനമാണ്. ഇത് ചെറിയൊരു എരിവും പുളിയും. ഈ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഏതായാലും ഒന്നുമില്ല. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതിലേക്ക് വേണമെങ്കിൽ പട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. പട്ട ചേർത്താലും നല്ലതാണ്. ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല, പക്ഷേ പട്ട എൻ്റെ കയ്യിൽ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാതിരുന്നത്. സാധാരണ നമ്മൾ മാങ്ങ തിളപ്പിക്കുന്ന സമയത്ത് പട്ട ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. മാങ്ങ കേടാവില്ല. പിന്നെ അതിൻ്റെ ഫ്ലേവർ നല്ലതാട്ടോ, നല്ല ടേസ്റ്റാണ്. പട്ട എന്ന് വെച്ചാൽ സിനമൺ സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതേപോലെ ടൈറ്റായിട്ട് മൂടി വെച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.